ഓ ഭാഗ്യം! ഒരു നിമിഷത്തേക്കെങ്കിലും സുരേഷ് ഗോപിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു. തൃശൂരിലെ വോട്ടുകൊള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെയും മൗനി ബാബയായിരുന്ന സുരേഷ് ഗോപി ഒറ്റ വാക്യം പറയാൻ മാത്രമായി വാ തുറന്നു. അതും തനിക്ക് നേരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനല്ല, പരിഹസിക്കാൻ. ദിവസങ്ങളോളമായി സുരേഷ് ഗോപിയെ പൊതുവിടങ്ങളിലൊന്നും കണ്ടിരുന്നില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വോട്ട് വിവാദം, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ഇതെല്ലാം നടക്കുമ്പോഴും സുരേഷ് ഗോപി ആർക്കും മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു നടന്നു. ഒടുവിൽ തൃശൂരിലെത്തിയപ്പോൾ പറഞ്ഞത് ഇത്രമാത്രം: ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. തന്റെയും കുടുംബത്തിന്റെയും കള്ളവോട്ട് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഒരു പരിഹാസം. അങ്ങനെ ഒരു നന്ദി വാക്കിൽ ഒതുക്കി പോകാനുള്ളതല്ലല്ലോ സുരേഷ് ഗോപി സാറേ ഈ നടന്നതൊക്കെ. മറ്റു വിഷയങ്ങളിലൊക്കെ സിനിമാ സ്റ്റൈലിൽ മാസ് ഡയലോഗൊക്കെ അടിക്കുന്ന ആളല്ലേ. ജനാധിപത്യത്തെ തൂക്കിക്കൊല്ലുന്ന ഈ കള്ളവോട്ടിലും കൂടി അത്തരം ഡയലോഗൊക്കെ വരട്ടെ. ഇങ്ങനെ മൗനം ഭജിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും? കള്ളവോട്ടും ഇരട്ടവോട്ടുമൊക്കെ ചെന്നെത്തിയത് താങ്കളുടെ സ്വന്തം കുടുംബത്തിലേക്കായിട്ട് പോലും മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാകും? സാധാരണഗതിയിൽ മറ്റു വിഷയങ്ങളിലാണെങ്കിൽ ആക്രോശിക്കുന്ന ഭരത്ചന്ദ്രനാകുന്ന സുരേഷ് ഗോപി ഇപ്പോൾ കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയൻ ആകുകയാണോ? അണികളിൽ ആവേശം നിറയ്ക്കാൻ പോലും താങ്കൾക്കിപ്പോൾ കഴിയുന്നില്ല എന്ന് തിരിച്ചറിയണം. ഇതൊന്നുമല്ല തൃശ്ശൂരുകാർ അവരുടെ MP-യിൽ നിന്ന് പ്രതീക്ഷിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസ് ഡയലോഗുകളും ന്യൂനപക്ഷ സ്നേഹ ഗിമ്മിക്കുകളുമൊക്കെ ഒരു പരിധിവരെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അങ്ങനെ മാസായി കളം നിറഞ്ഞു നിന്ന സുരേഷ് ഗോപിയാണ് സ്വന്തം പേരിലേക്ക് ഒരു ആരോപണം വന്നപ്പോൾ ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം തന്റെ ഗുരുവായ നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ്. കാരണം ഛത്തീസ്ഗഡിലായാലും മണിപ്പൂരിലായാലും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ ഒന്നും മോദി മിണ്ടിക്കണ്ടിട്ടില്ല ആരും. അല്ലാത്തപ്പോഴെല്ലാം പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ചീറ്റപ്പുലിയാകുന്ന മോദി ഛത്തീസ്ഗഡ് വിഷയത്തിലെല്ലാം തീർത്തും മൗനി ബാബയായി. ആ പാത തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കണ്ടുപഠിക്കുന്നത്. തൃശൂരിൽ ലൂർദ് പള്ളിയിലേക്ക് സ്വർണ്ണ കിരീടം കൊടുത്ത അതേ സുരേഷ് ഗോപി ഛത്തീസ്ഗഡിൽ സംഘപരിവാർ സർക്കാർ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ മിണ്ടാതായി. മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെട്ടപ്പോൾ മൗനിയായി. ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ പോലും ഈ വിഷയങ്ങളിലൊന്നും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായതായി ആരും കണ്ടിട്ടില്ല. വോട്ട് വിവാദമൊക്കെ സുരേഷ് ഗോപിയെ പോലൊരു ജനപ്രതിനിധി മൗനം പാലിക്കേണ്ട സംഗതിയാണോ? അതും സ്വന്തം മണ്ഡലത്തിലെ കള്ളവോട്ടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. സുരേഷ് ഗോപി ഓർക്കേണ്ട ഒരു കാര്യം, സ്വന്തം കുടുംബത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഗുരുതര കുറ്റകൃത്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ ഏറ്റവും അധികം ബാധ്യസ്ഥനായതും സുരേഷ് ഗോപി തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതും സുരേഷ് ഗോപിയുടെ സഹോദരനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനായ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവ് സഹിതം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വരുന്നത് ഇരട്ട വോട്ട് മാത്രമല്ല, ഇരട്ട തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും സ്വന്തമായുള്ള ആളാണ് സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും എന്നാണ്. അതായത് സുഭാഷിനും റാണിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും അതോടൊപ്പം മറ്റൊരു തിരിച്ചറിയൽ കാർഡിൽ കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലും വോട്ടുണ്ട്. ഇരവിപുരത്ത് സുഭാഷ് ഗോപിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് WLS 01360777 എന്ന നമ്പറിലുള്ള തിരിച്ചറിയൽ കാർഡിലാണ്. റാണിയുടെ വോട്ട് WLS 01362118 എന്ന നമ്പറിലുള്ള തിരിച്ചറിയൽ കാർഡിലും. ഇവർക്ക് തന്നെ തൃശൂർ മുക്കാട്ടുകരയിലെ 115 നമ്പർ ബൂത്തിലാണ് മറ്റൊരു വോട്ട്. ഇവിടെ സുഭാഷിന്റെ പേര് ചേർത്തിരിക്കുന്നത് 13971773 എന്ന നമ്പറിലുള്ള തിരിച്ചറിയൽ കാർഡിലാണ്. റാണിയുടേത് 13971881 എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലും. നിയമപരമായി ഒരാൾക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് നിലനിൽക്കെ തന്നെ മറ്റൊരു കാർഡ് ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു കാർഡ് സമർപ്പിച്ച് റദ്ദാക്കണമെന്നുണ്ട്. ഈ നിയമവും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇരട്ട കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റവുമാണ്. സുരേഷ് ഗോപിയെ രക്ഷിക്കാനും പിന്തുണയ്ക്കാനും രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തിയിരുന്നു. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ പ്രതികരണങ്ങൾ സുരേഷ് ഗോപിക്ക് കൂനിന്മേൽ കുരുവായിട്ടേയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷത്തിനിടെ
ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ചില പ്രത്യേകതരം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖറുടെ പക്ഷം. ഗൂഢാലോചന നടത്തുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പറയാനില്ലാത്ത കോൺഗ്രസും CPM-ഉമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരുടെ പക്ഷം. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ രാജ്യത്തെ പരമോന്നത സുപ്രീം കോടതി വരെ പോകാമല്ലോ എന്നും അതിന് തക്ക അഭിഭാഷകർ സ്വന്തം പാർട്ടിയിൽ ഉണ്ടല്ലോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ രാജീവ് ജിയോട് ചില ചോദ്യങ്ങൾ. രാജീവ് ജി, ആരോപണം വന്നത് സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരെയാണ്. ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? അതോ ഈ മൗനി ബാബ ചമയുന്നത് കാരണം അദ്ദേഹം ഇതൊക്കെ സമ്മതിക്കുന്നു എന്നാണോ? ഒരു കാര്യം കൂടി പറയട്ടെ, തൃശൂരിൽ വോട്ട് ചേർത്തത് പാർട്ടി നേരിട്ടാണ് എന്നാണ് അങ്ങേക്ക് മുൻപിരുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജി പറയുന്നത്. അപ്പോ ഈ കള്ളവോട്ടൊക്കെ പാർട്ടി ചേർത്തതാണോ? കൊള്ളാമല്ലോ നിങ്ങളുടെ പാർട്ടി. ഇനി താങ്കൾ പറയുന്നത് ഗൂഢാലോചന എന്നാണ്. അങ്ങനെയെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതാവായ അനുരാഗ് ഠാക്കൂർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് വയനാട്ടിലും റായ്ബറേലിയിലും കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണല്ലോ. അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്കെതിരായ ഗൂഢാലോചനയാണോ? ഇനി അതല്ല, അത് സത്യമാണെങ്കിൽ തൃശൂരിലെ കള്ളവോട്ട് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അങ്ങ് മെനയാകുന്നില്ലല്ലോ രാജീവ് ജി. എന്തായാലും നിങ്ങൾ തൃശൂർ തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങെടുക്കും എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാറേ. സിനിമകളിൽ മൊത്തം വെച്ചുകെട്ടലുകളാണ് എന്നറിയാം. അതേപോലുള്ള കൺകെട്ട് സാറ് തെരഞ്ഞെടുപ്പിലും കാണിക്കുമെന്ന് ഓർത്തില്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം തന്നെ ഈ ജനാധിപത്യവും ജനാധിപത്യ രീതിയിലുള്ള വോട്ടെടുപ്പുമൊക്കെയല്ലേ. അതിനെ ഇങ്ങനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക്? എന്നാലും ഇത്രയൊക്കെ ഇന്നാട്ടിൽ സംഭവിച്ചിട്ടും സുരേഷ് ഗോപിജി വാ തുറക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? പണ്ടൊന്നും സുരേഷ് ഗോപി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നല്ല മാസ് ഡയലോഗൊക്കെയായി ഈ ക്രമക്കേടുകൾക്കെതിരെ ഉറഞ്ഞു തുള്ളേണ്ട തുള്ളൽ കലാകാരനാണ് സുരേഷ് ജി. ഒരുപക്ഷെ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണം ഇളകി ചെമ്പ് പുറത്തായപ്പോൾ സുരേഷ് ജിയുടെ വായടഞ്ഞു പോയതാകും. സുരേഷ് ഗോപിയുടെ ഏതാനും ചില മാസ് മൊഴിമുത്തുകൾ എല്ലാവർക്കും ഓർമ്മ കാണും. ഇല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ആരാണ്, ആരോടാണ് സംസാരിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. മാറി നിൽക്കങ്ങോട്ട്. നോ ബോഡി ടച്ച്. എൻ്റെ വഴി എൻ്റെ അവകാശമാണ്. ഇങ്ങനെയൊക്കെ മാസ് ഡയലോഗുമായി സുരേഷ് ജി വീണ്ടും എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം വോട്ട് ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടക്കുമെന്നാണ് വിവരം. 2 ആഴ്ചകളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞിട്ടുണ്ട്. തൃശൂർ ACP സലീഷ് N. ചന്ദ്രനാണ് അന്വേഷണ ചുമതല. വ്യാജമായ രേഖകൾ ചമച്ച് വോട്ട് ചേർത്തതടക്കമുള്ളവ അന്വേഷണ പരിധിയിലുണ്ട്. തുടർ നടപടികൾക്ക് മുന്നോടിയായി വിശദമായ നിയമോപദേശവും തേടും. ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറുടെ നിർദ്ദേശവും പോലീസ് തേടും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണ് എന്ന് കാണിച്ചാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ പരാതി നൽകിയത്. സുരേഷ് ഗോപിയെ കൂടാതെ സഹോദരൻ സുഭാഷ് ഗോപി, മുക്കാട്ടുകര ബൂത്തിന്റെ ചുമതലയുള്ള BLO എന്നിവർക്കെതിരെയുമാണ് പരാതി.